തമിഴ്നാട്ടിൽ വീണ്ടും സ്റ്റാലിന്റെ നേതൃത്വത്തിലുള്ള DMK തന്നെ അധികാരത്തിലെത്തും എന്ന സൂചനയാണ് ഭൂരിഭാഗം എക്സിറ്റ് പോളുകളും പ്രവചിക്കുന്നതെന്ന് നമുക്കറിയാം. ADMK BJP സഖ്യത്തിന് നേരിയ സാധ്യതയും ചില സർവേ ഫലങ്ങൾ നൽകുന്നുണ്ട്. അതേസമയം TVK അധികാരത്തിലെത്തുമെന്ന ആക്സിസ് മൈ ഇന്ത്യയുടെ പ്രവചനമാണ് ഇപ്പോൾ തമിഴ്നാട് രാഷ്ട്രീയത്തിലെ മുഖ്യ ചർച്ചാ വിഷയം. മറ്റ് സർവേകൾ TVKക്ക് കുറഞ്ഞ സീറ്റുകൾ മാത്രം പ്രവചിച്ചപ്പോൾ ആക്സിസ് മൈ ഇന്ത്യ എങ്ങനെയാണ് ഇങ്ങനെയൊരു പ്രവചനം നടത്തിയതെന്നാണ് സാമൂഹിക മാധ്യമങ്ങളടക്കം ഉയരുന്ന ചോദ്യം. പാർട്ടി രൂപീകരിച്ച് 2 വർഷത്തിനകം ദ്രാവിഡ മണ്ണ് പിടിച്ചെടുക്കാൻ വിജയ്ക്ക് സാധിക്കുമോ? തുടർഭരണം സ്വപ്നം കാണുന്ന MK സ്റ്റാലിന് വിലങ്ങുതടിയാകുമോ TVK? കാണാം RDX റാപ്പ്. DMKക്ക് തുടർഭരണം പ്രവചിക്കുന്നതാണ് ഇന്നലെ പുറത്തുവന്ന ഭൂരിഭാഗം സർവേകളിലെയും ഫലങ്ങൾ. MK സ്റ്റാലിന്റെ നേതൃത്വത്തിലുള്ള DMKക്ക് ആകെയുള്ള 234 സീറ്റുകളിൽ പരമാവധി 145 സീറ്റ് വരെ ലഭിച്ചേക്കാമെന്നാണ് പ്രവചനം. ചില സർവേകൾ AIDMK BJP സഖ്യത്തിന് നേരിയ മേൽക്കൈയും പ്രവചിക്കുന്നുണ്ട്. ന്യൂസ് 18, ജൻ കി ബാത്ത് എന്നിവരുടെ സർവേയിലാണ് AIDMK നേതൃത്വം നൽകുന്ന NDA സഖ്യത്തിന് നേരിയ മുൻതൂക്കം പ്രവചിക്കുന്നത്. അതേസമയം തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ച് നടൻ വിജയ് 2024 ആരംഭിച്ച TVK അധികാരത്തിലെത്തുമെന്നാണ് ആക്സിസ് മൈ ഇന്ത്യയുടെ സർവേ ഫലം വ്യക്തമാക്കുന്നത്. TVKക്ക് 98 മുതൽ 120 സീറ്റ് വരെ ലഭിക്കാമെന്നാണ് പ്രവചനം. എന്നാൽ മറ്റ് സർവേകളൊന്നും TVK കേവല ഭൂരിപക്ഷം കടക്കുമെന്ന സൂചന നൽകുന്നില്ല. ചുരുങ്ങിയത് 4 സീറ്റ് മുതൽ 40 സീറ്റ് വരെ TVK നേടിയേക്കാമെന്നാണ് മറ്റുള്ള സർവേകളെല്ലാം പറയുന്നത്. ഭൂരിപക്ഷം സർവേകളും സ്റ്റാലിന് ഭരണ തുടർച്ച പ്രവചിക്കുമ്പോൾ ആക്സിസ് മൈ ഇന്ത്യ വിജയ് നേടുമെന്ന് പ്രവചിച്ച അട്ടിമറി വിജയമാണ് തമിഴകത്തെ പ്രധാന ചർച്ചാ വിഷയം. RDX റാപ്പ്, ന്യൂസ് മലയാളം. തമിഴ്നാട്ടിലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ നമ്മൾ ഇന്നലെ വിശദമായിട്ട് നോക്കിയതാണ്. ഒന്നുകൂടെ കാണാം. 98-120 സീറ്റ് നേടി TVK അധികാരത്തിലെത്തുമെന്നാണ് ആക്സിസ് മൈ ഇന്ത്യയുടെ പ്രവചനം. DMK 92-110 വരെയും NDA 22-32 വരെയും സീറ്റുകൾ നേടുമെന്നും ആക്സിസ് മൈ ഇന്ത്യ പ്രവചിക്കുന്നു. DMKക്ക് ഭരണ തുടർച്ചയെന്ന മാട്രിക്സ് 122 മുതൽ 132 വരെ സീറ്റുകൾ നേടിയേക്കുമെന്നും പ്രവചനമുണ്ട് അവരുടേത്. NDA 87 മുതൽ 100 വരെയും TVK 10 മുതൽ 12 വരെയും സീറ്റുകൾ നേടുമെന്നും മാട്രിക്സ് പ്രവചിക്കുന്നു. DMKക്ക് അധികാര തുടർച്ചയെന്ന പീപ്പിൾസ് പൾസും 125-145 സീറ്റ് വരെ നേടിയേക്കുമെന്നാണ് അവർ പറയുന്നത്. NDA 65 മുതൽ 80 വരെയും TVK 18 മുതൽ 24 വരെയും സീറ്റുകൾ നേടാമെന്നും പീപ്പിൾസ് പൾസ് പറയുന്നു. ADMK സഖ്യം അധികാരത്തിലെത്തുമെന്ന് JVC പ്രവചിക്കുന്നു. 128 മുതൽ 147 വരെ സീറ്റുകൾ നേടുമെന്നാണ് അവരുടെ പ്രവചനം. DMK 75 മുതൽ 95 വരെയും TVK 8 മുതൽ 15 വരെയും സീറ്റുകൾ നേടുമെന്നും JVC പ്രവചിക്കുന്നു. നമുക്ക് സമയമില്ല, പക്ഷേ അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ എൻ്റെ കാര്യങ്ങൾ പറയാം. അതായത് ഇതിനകത്ത് TVKയുടെ അധികാരത്തിലെത്തുമെന്നുള്ള ഈ പ്രവചനത്തെ ഞാൻ വിശ്വസിക്കുന്നേ ഇല്ല. വിശ്വസിക്കാവുന്ന ആളുകൾക്ക് അതിനുള്ള കാരണം ഇല്ലാഞ്ഞിട്ടല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ തമിഴ്നാട് നമുക്ക് അപ്പോഴും അറിയാം, സിനിമാ നായകരോട്, സിനിമയോട് വലിയ ആഭിമുഖ്യം കാണിക്കുന്ന ആളുകളാണ്. വലിയ സംഘടനാ സംവിധാനമായിട്ട് തന്നെയാണ് TVK ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പം അവിടെ ഒരു വലിയ അപകടം, കരൂർ ദുരന്തമൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള പ്രചാരണ സംഗതികളും തമിഴ്നാട്ടിലെ ആളുകളുടെ മനസ്സിലേക്ക് എത്താനുള്ള എല്ലാ കാര്യങ്ങളും TVK കൊണ്ട്. സിനിമ നടനാണ്, വിജയാണ്, പ്രത്യേകമായിട്ട് പറയേണ്ടതില്ല. അതുകൊണ്ട് ഈ ആക്സിസ് മൈ ഇന്ത്യയുടെ പ്രവചനം പോലെ സംഭവിച്ചുകൂടെ എന്ന് ചോദിച്ചാൽ സംഭവിക്കാം. നേരത്തെ അവിടെ ഉണ്ടായിട്ടുണ്ട്, നടന്മാർ വന്നിട്ട് മുഖ്യമന്ത്രിയായ സംഭവമൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ അവിശ്വസിക്കുന്നതിൻ്റെ കാര്യം, അവിടെ നടന്മാരും സിനിമാ സംഭവങ്ങളൊക്കെ വലിയ സംഭവങ്ങളൊക്കെ ആയിരിക്കുമ്പോഴും ദ്രാവിഡ പാർട്ടികൾക്കകത്ത് അവർക്കൊരു കരുത്ത് ഉറപ്പായിട്ടുമുണ്ട്. സ്റ്റാലിൻ മറിഞ്ഞു വീഴും എന്നതിനുള്ള സൂചനകളൊന്നും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഒറ്റ സർവേ മാത്രമാണ് ഇങ്ങനെയൊരു ഫലം കൊടുക്കുന്നത്. അതുകൊണ്ട് ഒരു 10-20% വോട്ടൊക്കെ നേടാം എന്നല്ലാതെ മറികടന്നു പോയിട്ട് വിജയ് ഈ 4-ാം തീയതിക്ക് ശേഷം തമിഴ്നാട് മുഖ്യമന്ത്രിയാകുമെന്ന് പറയുന്നത് അവിശ്വസനീയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്താ? തീർച്ചയായും വലിയ ആവേശമൊക്കെ കാണാനുണ്ട്. പക്ഷേ മുഖ്യമന്ത്രിയാകും എന്നൊക്കെയുള്ള പ്രവചനത്തോട് എനിക്കും അത്ര യോജിക്കാൻ കഴിയില്ല. മാത്രമല്ല, പക്ഷേ വലിയ പ്രകടനം നടത്തിയേക്കുമെന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട്. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. വിജയുടെ പ്രകടനം ഒരുപക്ഷെ ഇപ്പം ഈ ടുഡേയ്സ് ചാണക്യയുടെ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് മുഖ്യ പ്രതിപക്ഷം എന്നത് വിജയിയായി മാറും എന്നാണ്. അതായത് അപ്പോൾ ആക്സിസ് മൈ ഇന്ത്യയുടെ സർവേ പോലെ അത്രത്തോളം എത്തുന്നില്ല എങ്കിലും, അങ്ങനെ ഒരു സീറ്റ് പ്രവചിക്കുന്നില്ലെങ്കിലും TVKക്ക് ടുഡേയ്സ് ചാണക്യ പറയുന്നത് 63 ± 11 എന്നാണ്. 63 ± 11 എന്ന്. അത് മുകളിലേക്ക് പോകുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടാകുന്നതെങ്കിൽ അവിടെ ADMKക്ക് ഇവർ പ്രവചിക്കുന്നത് എത്രയെന്നറിയോ? 45 ± 11 അതായത് ഇവർക്ക് ADMKക്ക് ലഭിക്കുന്നതിനേക്കാൾ ഒരു 20 സീറ്റിന് മുകളിലെങ്കിലും TVKക്ക് കൂടുതൽ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുമ്പം പ്രതിപക്ഷ നേതാവെങ്കിലും ആകും വിജയ് എന്നുള്ള അവസ്ഥയിൽ അവിടെ ഒരുപക്ഷെ കാര്യങ്ങൾ എത്തിയേക്കാം എന്ന് പറയുന്നു. ഒരു കാര്യം ഉറപ്പാണ്, ധാരാളം പേർക്ക് DMKക്ക് പതിവായി വോട്ട് ചെയ്തിരുന്ന ആളുകൾ, ADMKക്ക് വോട്ട് ചെയ്തിരുന്ന ആളുകൾ
TVK ഇത്തവണ വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. മറ്റൊന്ന്, സീമാൻ്റെ പാർട്ടി നാം തമിഴർ ഏതാണ്ട് സമ്പൂർണ്ണമായി തന്നെ, അതായത് 2-3% മാത്രം വോട്ട് കിട്ടുന്ന ഒരു പാർട്ടിയായി ഈ തെരഞ്ഞെടുപ്പോടെ മാറും എന്ന കാര്യത്തിലും സംശയമൊന്നുമില്ല. ആ വോട്ടുകൾ മുഴുവൻ പോയിരിക്കുന്നത് ഇത്തവണ TVKക്കാണ് എന്നതും സംശയമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചെറുപ്പക്കാരുടെ വലിയ വോട്ടുകളും എല്ലാം വരുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചേക്കാം വിജയ് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. ഒരു വലിയ വോട്ട് ശതമാനം അവർക്ക് ലഭിച്ചേക്കാം, കൂടുതൽ സീറ്റുകൾ ലഭിച്ചേക്കാം. അങ്ങനെ DMKക്ക് തൊട്ടു പിന്നിലുള്ള കക്ഷിയായി TVK ഒരുപക്ഷെ വന്നേക്കാം. അതാണ് നമുക്കിത് അവസാനിപ്പിക്കാം. ഹർഷ, പുറത്തു വന്ന എക്സിറ്റ് പോളുകളിൽ ഏറ്റവും ശ്രദ്ധേയവും കൗതുകം നിറഞ്ഞതുമായ പ്രവചനങ്ങളാണ് തമിഴ്നാട്ടിൽ ഉണ്ടായിട്ടുള്ളത്. MK സ്റ്റാലിൻ്റെ നേതൃത്വത്തിലുള്ള DMK തന്നെ വീണ്ടും അധികാരത്തിലെത്തുമെന്ന ഭൂരിഭാഗം സർവേകളും അഭിപ്രായപ്പെടുമ്പോഴും വിജയുടെ TVK അധികാരത്തിലെത്തുമെന്ന പ്രവചനമാണ് സാമൂഹ്യ മാധ്യമങ്ങളടക്കം ഇപ്പോൾ ചർച്ചയായിട്ടുള്ളത്. അധികാരത്തിലെത്തുമോ എന്നത് സംശയമാണെങ്കിലും തമിഴ്നാട്ടിലെ ഒരു നിർണായക ശക്തിയായി TVK മാറും എന്ന അഭിപ്രായങ്ങളും ഇതിനോടകം ഉയർന്നു വന്നിട്ടുണ്ട്. അതേസമയം ADMKയുടെ തോളിലേറി ഇത്തവണ അധികാരത്തിലെത്താമെന്ന BJP പ്രതീക്ഷകൾക്കും 2 എക്സിറ്റ് പോളുകൾ ബലം പകരുന്നുണ്ട്. സ്റ്റാലിന് വീണ്ടും അധികാരത്തിലെത്തുമെന്ന് പ്രവചിച്ച സർവേകളെല്ലാം DMKക്ക് ശക്തമായ ആധികാരിക വിജയം പ്രവചിച്ചത് DMKയുടെ പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നുമുണ്ട്. എന്തുതന്നെയാണെങ്കിലും തമിഴ്നാട്ടിൽ ഇത്തവണ മുൻകാലങ്ങളെ അപേക്ഷിച്ച് ശക്തമായ ത്രികോണ മത്സരമാണ് നടന്നത് എന്ന് എല്ലാ സർവേ ഫലങ്ങളും സൂചിപ്പിക്കുന്നുണ്ട്. പുറത്തുവന്ന ഫലങ്ങൾക്കപ്പുറം തമിഴകത്തിൻ്റെ മനസ്സിലെന്തെന്നറിയാൻ മെയ് 4 വരെ കാത്തിരിക്കാം.